നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അബുദാബി ദുബായ് പാതയിൽ അബു മുറൈഖയിലാണ് മധ്യപൂർവ്വ ദേശത്തെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഉയരുന്നത്. അബുദാബിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതോടുകൂടി പുരോഗമിച്ചു വരികയാണ്. ഇതിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച പ്രത്യേക ചടങ്ങ് നടക്കുന്നതായിരിക്കും. യുഎഇയിലെ ആദ്യ പരമ്പരാഗത ഹൈന്ദവ ക്ഷേത്രമെന്ന നിലയ്ക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രത്യേക ശിലകളും മറ്റും വൈകാതെ എത്തിക്കാനാണ് നീക്കം നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ കോൺക്രീറ്റ് അടിത്തറയുടെ നിർമ്മാണ തുടക്കം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങോടുകൂടി വ്യാഴാഴ്ച നടക്കുന്നതായിരിക്കും. പ്രധാന അടിത്തറയിൽ 300 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് മിശ്രിതം നിറയ്ക്കും. ക്ഷേത്രത്തിനുള്ള മാർബിൾ ശിലകളുടെ കൊത്തുപണികൾ ഇന്ത്യയിൽ പുരോഗമിച്ചു വരികയാണ്. അധികം വൈകാതെ തന്നെ ഇവ അബുദാബിയിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ്. കമ്മ്യൂണിറ്റി സെന്ററുകൾ, ഹാളുകൾ, എക്സിബിഷൻ മേഖലകൾ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. മാർബിളിലെയും ശിലകളിലെയും കൊത്തുവേലകൾ 2022ഓടെ പൂർത്തീകരിക്കുന്നതായിരിക്കും. ക്ഷേത്രത്തിന്റെ നിർമ്മാണം വീക്ഷിക്കാൻ പ്രത്യേക നിരീക്ഷണ വേദി നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ബാപ്സ്വാമി നാരായണൻ സംസ്ഥയുടെ മേൽനോട്ടത്തിലാണ് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനം. ക്ഷേത്രത്തിന്റെ അടിസ്ഥാനം ചരിത്രപരവും ആധികാരികവുമാണ് എന്നത് വ്യക്തമാക്കുന്ന തരത്തിലാണ് അധികാരികൾ ഇത്തരത്തിലൊരു മുന്നേറ്റം കാണുന്നത് തന്നെ. യുഎഇയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെയും വലുതുമായ ഒന്നാണ് ഇത്. ഉയർന്ന അളവിലുള്ള ആഷ് കോൺക്രീറ്റ് മിശ്രിതം അതിന്റെ പരിസ്ഥിതി സൗഹൃദവും ഹരിതവുമായ അടിത്തറയാക്കും. പുരാതന സാങ്കേതിക വിദ്യയും ആധുനിക ഉപകരണങ്ങളും സംയോജിപ്പിച്ച് ഫൗണ്ടേഷൻ റാഫ്റ്റ് 3000 ക്യൂബിക് മീറ്റർ ഉറപ്പിക്കാതെ ഒറ്റത്തവണ തന്നെ പകരം ഫെറസ് വസ്തുക്കളുമില്ല എന്നും അധികൃതർ വെളിപ്പെടുത്തുകയുണ്ടായി. ബാപ്സ് സ്വാമിനാരായണൻ സംസ്ഥയുടെ ആത്മീയാചാര്യൻ സ്വാമി മഹന്ത് മഹാരാജിന്റെ കാർമ്മികത്വത്തിൽ രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ചടങ്ങ് ഉച്ചയ്ക്ക് 1 മണി വരെ നീളുന്നതായിരിക്കും. ശിലാസ്ഥാപന ചടങ്ങിന് രാജസ്ഥാനിൽ നിന്ന് പ്രത്യേക രൂപകൽപ്പന ചെയ്ത ശില അബുദാബിയിൽ എത്തിച്ചിട്ടുമുണ്ട്. യുഎഇ വിദേശകാര്യ രാജ്യാന്തര സഹകരണ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ, സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരി തുടങ്ങി പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമാകുന്നതായിരിക്കും. അബു മുറൈഖയിലെ നിർമ്മാണ മേഖലയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരിക്കും ചടങ്ങുകൾ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മുതലാണ് പൊതുജനങ്ങൾക്കുള്ള പ്രവേശനം കൽപ്പിച്ചിരിക്കുന്നത്. യുഎഇയിലെ 7 എമിറേറ്റുകളുടെ പ്രതീകമായി 7 കൂറ്റൻ ഗോപുരങ്ങളോടുകൂടിയാകും ക്ഷേത്രം നിർമ്മിക്കുക. പ്രാർത്ഥനാ കേന്ദ്രം എന്നതിലുപരി പൗരാണിക ഗ്രന്ഥങ്ങളിലുൾപ്പെടെ അപൂർവങ്ങളായ പുസ്തകങ്ങളുടെ ശേഖരം ഉൾക്കൊള്ളുന്ന വിശാലമായ ലൈബ്രറി സമുച്ചയത്തോടു കൂടിയായിരിക്കും നിർമ്മാണം. 55,000 ചതുരശ്ര അടിയിലായി സ്ഥാപിക്കുന്ന ക്ഷേത്ര നിർമ്മാണത്തിന് 700 കോടി രൂപയിലേറെയാണ് ചിലവ് പ്രതീക്ഷിച്ചു വരുന്നത്. 2020 നിർമ്മാണം പൂർത്തിയാകുന്ന ക്ഷേത്രം അറബ് മേഖലയിലെ സാംസ്കാരിക കേന്ദ്രം കൂടിയായിരിക്കും എന്നതിൽ സംശയമില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.